ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസിൻ്റെ ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ്. നമ്മുടെ ഫ്രണ്ട്സായ നീനയും റിജോ ചേട്ടൻ്റെ വീട്ടിലോട്ട് അവർ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ആ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച്. അപ്പോൾ അതിന് മേടിച്ച കുറച്ച് ഗിഫ്റ്റ്സാണ്. അപ്പോൾ പാക്ക് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനും ആക്കി അമ്മൂമ്മയും കൂടി നമ്മളൊരു ഈവനിങ് ഒരു 7-8 ആ ഒരു റേഞ്ചൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് പരിപാടിയിൽ അമ്മൂമ്മയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഇന്നത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ പുള്ളിക്കാരിയും ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്നത് അഞ്ജലിയും ശ്രീതേട്ടനെയും വണ്ടിയിലാണ്, അവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മളത് ഇവരുടെ വീട്ടിലോട്ട് എത്തി. അപ്പോൾ ഇവർ വെൽക്കം ചെയ്യുകയാണ് നമ്മളെ. അക്കിയും ശ്രീതേട്ടനും താഴെ കാർ പാർക്ക് ചെയ്യുന്ന ഏരിയയിലാണ്. കാരണം എന്താ വെച്ചാൽ അമ്മൂമ്മ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മൾ ആ വീടിൻ്റെ പരിസരത്ത് തന്നെ ഇറങ്ങി അവർ കാറ് പാർക്ക് ചെയ്യാൻ ആ ടൈമിൽ പോയി. അപ്പോൾ ഇവരുടെ വീട് നല്ല ക്രിസ്മസി വൈബിൽ ഫുൾ ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേക്ക് അഞ്ജലിയുടെ ചേട്ടൻ്റെ വൈഫ് ഉണ്ടാക്കിയ ഒരു ഹോം മെയ്ഡ് കേക്കാണ്. അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഇവരുടെ ആ ഒരു എൻട്രി. അങ്ങനെ ഇവരൊക്കെ വന്നു. അതിനുശേഷം നമ്മളിങ്ങനെ പതുക്കെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴേക്കും റിജോ ചേട്ടൻ ഉണ്ടാക്കിയ വൈൻ, ഹോം മെയ്ഡ് വൈൻ നമുക്ക് തരികയാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയുകയും ചെയ്തു അടുത്ത കൊല്ലം, ഈ ഒരു കൊല്ലം നമ്മൾ വൈൻ നമുക്കും ഉണ്ടാക്കണം. അപ്പോൾ നമുക്കും കൂടി ഇത് പറഞ്ഞു തരണം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ചിയേഴ്സൊക്കെ പറഞ്ഞ് ആ ഒരു വൈനൊക്കെ ടേസ്റ്റ് ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഈവൻ അമ്മൂമ്മയും ചിയേഴ്സൊക്കെ പറഞ്ഞു നമ്മുടെ ഇവിടെ. അപ്പം പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് പരിപാടിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന എല്ലാവരുടെയും ഗിഫ്റ്റ്സ് ഈ ക്രിസ്മസ് ട്രീയുടെ താഴെ നമ്മളെല്ലാം വെച്ചിട്ട് പിന്നെ നമ്മളൊരു ലോട്ട് എടുത്തിട്ട് അങ്ങനെ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും പേര് എഴുതിയിട്ടുള്ള ആ ഒരു ഇത് ഇതേപോലെ ഒരു ബോക്സിലിട്ട് നമ്മളിങ്ങനെ ഷേക്ക് ചെയ്തിട്ട് എല്ലാവരും പിക്ക് ചെയ്തു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു എക്സൈറ്റഡ് ആണ്. പിന്നെ സ്വന്തം ഫാമിലിയിലുള്ള ആൾക്കാർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് മാറ്റാനുള്ളൊരു ഓപ്ഷനും കൂടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ മേടിച്ച ഗിഫ്റ്റ്സ് നമ്മൾ തന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു റൂൾ വെച്ചത്. പിന്നെ നമുക്ക് ആരെയാണോ കിട്ടിയത് അവരെ നമ്മൾ പെട്ടെന്ന് പോയി കൊടുക്കരുത്. നമ്മൾ അവരുടെ എന്തെങ്കിലും മാനറിസംസോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആക്ഷനിലൂടെ നമ്മൾ കാണിച്ചിട്ട് മറ്റുള്ളവരത് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. എനിക്ക് ആദ്യത്തെ 2 തവണ ഞാൻ എടുത്തപ്പോഴും അക്കീനെയും കിട്ടി, അമ്മൂമ്മേനെയും കിട്ടി. അപ്പോൾ ഞാൻ തിരിച്ച് വെച്ച് 3ാമതാണ് എനിക്ക് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടിയത്. അങ്ങനെ എല്ലാവർക്കും അവനവൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് മനസ്സിലായി. ഇപ്പം നീന വന്നിട്ട് തുടങ്ങി ആരാണ് ക്രിസ്മസ് ഫ്രണ്ട് എന്നുള്ളത് കാണിക്കുകയാണ്. അങ്ങനെ ഈ 3 ബോയ്സിനും അവരവരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കിട്ടി. അതുകൊണ്ട് തന്നെ ആക്ഷൻസ് കാണിക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. നമ്മൾ ഈ ക്രിസ്മസ് ഗിഫ്റ്റ്സിനെല്ലാം ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിലുള്ള എമൗണ്ടിൽ നിന്ന് മേടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി പ്രയറായിട്ട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ്. റിജോ ചേട്ടന് അമ്മൂമ്മേനാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ കാണിച്ച ആക്ഷൻ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. അമ്മൂമ്മയുടെ ക്രിസ്മസ് ഫ്രണ്ട് നമ്മുടെ അഞ്ജലി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മൂമ്മ അവിടെ ഇരുന്നിട്ട് തന്നെയാണ് ഗിഫ്റ്റ് അമ്മൂമ്മയ്ക്ക് ഞാൻ കൊണ്ടുകൊടുത്തത്. അപ്പം അമ്മൂമ്മ അഞ്ജലിക്ക് കൊടുത്തത്.
അതിനുശേഷം അഞ്ജലിയുടെ ക്രിസ്മസ് ഫ്രണ്ടായിരുന്നു കോമഡി. അഞ്ജലി മുടി കൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുമായിരുന്നു. ഏതു നേരം ഇങ്ങനെ രണ്ട് സൈഡിലും മുടി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം ഞാൻ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഈ തവണത്തെ ക്രിസ്മസ് ഗിഫ്റ്റ് എനിക്ക് കിട്ടിയത് അഞ്ജലിയുടെ അടുത്തുനിന്നാണ്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. അങ്ങനെ ഇനി എൻ്റെ ഗിഫ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത്, ഇതിപ്പം എല്ലാവരും കഴിഞ്ഞു, അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും. എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറയുന്നത് നീനയാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിൽ വിചാരിച്ചത് നീനയ്ക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. ആ ഗിഫ്റ്റ് കറക്റ്റായിട്ട് ആപ്റ്റ് നീനയാണ്. കാരണം അതൊരു ലാമ്പാണ്. പുള്ളിക്കാരി ഇങ്ങനെ ബുക്സൊക്കെ വായിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ റീഡിങ് ലാമ്പ്, ടേബിൾ ലാമ്പാണത്. അപ്പം യൂസ്ഫുൾ അവൾക്ക്. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഒരു ക്രിസ്മസ് കാർഡും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കിട്ടിയ ഗിഫ്റ്റ്സൊക്കെ എല്ലാവരും ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും. അങ്ങനെ റിജോ ചേട്ടന് കിട്ടിയ ഗിഫ്റ്റ് ഒരു പെർഫ്യൂമായിരുന്നു. അപ്പോൾ അതിങ്ങനെ കാണിച്ചു തരായിരുന്നു. പിന്നെ അക്കിക്ക് കിട്ടിയത് ഒരു ഷേക്കറായിരുന്നു, ഒരു ബ്ലെൻഡറായിരുന്നു. പിന്നെ അമ്മൂമ്മയ്ക്ക് കിട്ടിയത് ഒരു സ്പീക്കറായിരുന്നു, ഒരു മിനി ഒരു സ്പീക്കറായിരുന്നു. അപ്പോൾ റിജോ ചേട്ടൻ പറയായിരുന്നു ആൾ മാറിപ്പോയി സ്പീക്കർ കിട്ടിയ അമ്മൂമ്മയ്ക്ക് എന്നുള്ള രീതിയിൽ. പിന്നെ എനിക്ക് കിട്ടിയെന്ന് പറയണത് ഒരു ക്യാൻഡിലായിരുന്നു. നല്ല ഭംഗിയുള്ള നല്ല ഒരു അരോമയുള്ള ഒരു ക്യാൻഡിലായിരുന്നു എനിക്ക് കിട്ടിയത്. അഞ്ജലിക്ക് കിട്ടിയത് ഒരു ലൈറ്റൊക്കെ കത്തുന്ന ഒരു കൈൻഡ് ഓഫ് ഹ്യൂമിഡിഫയർ ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡയറിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീതാട്ടിന് കിട്ടിയത് 2025 ഒരു ഡയറിയും അതുപോലെ തന്നെ ഒരു പെന്നും ആയിരുന്നു. നമ്മൾ നമുക്കായിട്ട് പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും, അതൊരു വശമാണ്. പക്ഷേ വേറൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരാൾ ഗിഫ്റ്റ് തരികയാണ്, പക്ഷെ നമുക്ക് എന്താണ് ആ ഗിഫ്റ്റിൻ്റെ അകത്ത് ഉള്ളതെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു സർപ്രൈസിങ് എലിമെൻറ്റ് അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കുഞ്ഞൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഹാപ്പിനെസ് നമ്മൾ ഈ ഒരു പരിപാടിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നീനയുടെ അടുത്ത് ഒരുപാട് ബുക്സ് ഉണ്ട്. കാരണം പുള്ളിക്കാരി നന്നായിട്ട് വായിക്കും. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അമ്മൂമ്മയ്ക്ക് ടൈം പാസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബുക്സൊക്കെ ഉണ്ട് എന്നുള്ളത് നീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ച അവിടെ നീനയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മമ്മയ്ക്ക് കുറച്ച് ബുക്സൊക്കെ ആയിട്ട് തിരിച്ച് വരാം. അപ്പോൾ വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ പുള്ളിക്കാരിക്കൊക്കെ എന്തെങ്കിലും വായിക്കാമല്ലോ. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ ഓരോ ബുക്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമുള്ള 3 ബുക്സ് അമ്മൂമ്മ എടുത്തു. 3 ബുക്സ് വായിക്കോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ എന്തായാലും അമ്മമ്മയ്ക്ക് ഇഷ്ടമായ 3 ബുക്സ് അമ്മൂമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു ചെറിയൊരു കളിയിലേക്ക് കിടക്കുകയാണ്. പോലീസും കള്ളനും എന്ന് പറയുന്ന ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഗെയിം നമ്മളെല്ലാവരും കൂടി കളിക്കുകയാണ്. ഒന്നും നോക്കണ്ട, അഞ്ജലിയുടെ പേര് അവൻ ചെയ്യൂല, അവരെനിക്കറിയാം. അഞ്ജലി അല്ലെങ്കിൽ മോള് അമ്മമ്മയുടെ ദീർഘവീക്ഷണത്തിൽ ആരാണ് ഇതിനകത്ത് കള്ളൻ? മോഹൻ നോക്കണി എല്ലാരും മോഹൻ കൊണ്ടു ഫോട്ടോ അവളായിരിക്കും. അങ്ങനൊന്നും പറയാൻ പാടില്ല. ഉറപ്പിച്ച് പറയേ ആരാന്ന്. അങ്ങനെ എല്ലാവരും കൂടി കുറേ നേരം നമ്മൾ ഈ ഒരു പോലീസും കള്ളനും കളിയൊക്കെ കളിച്ച് ഭയങ്കര രസമായിരുന്നു. ഈവൻ അമ്മൂമ്മ പോലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഗെയിമിൽ. അടുത്ത ഗെയിം നമ്മൾ കളിച്ചത് നമ്മുടെ സ്നേക്ക് ആൻഡ് ലാഡർ, അതായത് പാമ്പും കോണിയാണ് നമ്മൾ കളിച്ചത്. അത് ഭയങ്കര രസമായിട്ട് തന്നെ നമ്മൾ കളിച്ചു. അമ്മൂമ്മയും നമ്മുടെ കൂടെ കളിക്കാനുണ്ടായിരുന്നു. ഒരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ അമ്മൂമ്മ നമ്മുടെ കൂടെ ഇതിനൊക്കെ കൂടെ നിന്നു എന്നുള്ളതാണ്. പുള്ളിക്കാരി എല്ലാത്തിലും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അമ്മൂമ്മേനെ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ മാറ്റി ഇങ്ങനെ ഇരുത്തേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. പുള്ളിക്കാരി കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്ത് നമ്മുടെ കൂടെ ഉള്ളൊരു അടിപൊളിയായിട്ടുള്ള ഗെയിമിങ് സ്കിൽസോടെ തന്നെയാണ് അമ്മൂമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അമ്മൂമ്മയും കൂടി ഇൻക്ലൂഡ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു.
നമ്മുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ കളിച്ച കളികളായിരിക്കാം ഇത്. പക്ഷെ എത്ര ഏജ് കൂടിയെന്ന് പറഞ്ഞാലും എപ്പോൾ കളിക്കുമ്പോഴും ആ ഒരു ഗെയിം സ്പിരിറ്റ് അത് അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ പാമ്പ് വിഴുങ്ങുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഓപ്പോസിറ്റുള്ള ടീംസ് നമ്മൾ കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു ഗെയിം വളരെ സ്പിരിറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒട്ടും വിചാരിക്കാതെ അക്കിയുടെ ഒരു വിജയം. എടാ നീ എന്റെ മുത്താണ്. നീ ജയിക്കുന്നത് ഞാൻ ജയിക്കുന്നു. കൈ പിടിച്ചോളാം. അങ്ങനെ ഫസ്റ്റ് ഫേസ് ഓഫ് ഒരു ഗെയിം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലക്കി വിന്നറായി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ദേഷ്യമൊക്കെ വന്നു. കാരണം ഒരു സ്പിരിറ്റ് കയറി. സത്യം പറഞ്ഞാൽ അതാണ് സ്പിരിറ്റ് കയറി. നമുക്ക് വീണ്ടും വീണ്ടും കളിക്കണം എന്നുള്ള ആ ഒരു സംഭവം വന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഗെയിം വീണ്ടും നമ്മൾ കളിക്കാൻ വേണ്ടി വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ്. ഇപ്പം സമയം ഏകദേശം ഒരു 12 മണി ആ ഒരു റേഞ്ച് ആയിട്ടുണ്ട് രാത്രി. പക്ഷെ അമ്മമ്മ നമ്മുടെ കൂടെ രണ്ടാമത്തെ ഗെയിമിനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മമ്മേനെ സംബന്ധിച്ചിട്ട് ഒരു വ്യത്യാസം ഉള്ളൊരു കാര്യമല്ലേ ഉണ്ടാവുന്നത്. നോർമലായിട്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം ഈ ഒരു സമയം ആകുമ്പോഴാണ് എല്ലാവരും ഓണായി ഭയങ്കര ആക്റ്റീവായിട്ട് ഉണ്ടാവുക. പിന്നെ ഇതുപോലെ നമ്മളങ്ങനെ രാത്രികളിൽ അങ്ങനെ വീട്ടിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യലൊക്കെ കുറവായിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ഗെയിമിംഗ് പരിപാടി വൈൻഡപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പം നീനയും റിജു ചേട്ടൻ നമുക്ക് മട്ടൻ ബിരിയാണിയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അവനവന് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ ഫുഡ് എടുത്ത് നമ്മൾ എല്ലാം ഫുഡിങ് പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അമ്മൂമ്മയും ഒരു സൈഡിലിരുന്ന് പുള്ളിക്കാരിയും കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് ഏകദേശം തീരുമാനമായതിന് ശേഷം നമ്മളെല്ലാവരും കൂടി നമ്മൾ വീണ്ടും ഇരുന്ന് റിലാക്സ് ചെയ്തത് കൊണ്ട് നമ്മൾ അന്താക്ഷരി ഗ്രൗണ്ടിലേക്ക് കിടക്കുകയാണ്. രണ്ട് ടീമായി തിരിഞ്ഞിട്ട് അമ്മൂമ്മേനോട് നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ബെഡിൽ നമ്മൾ പുതപ്പൊക്കെ പുതച്ച് അമ്മൂമ്മേനെ അവിടെ സൈഡിൽ പുതച്ച് കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മ ഉറങ്ങുകയാണ്. പക്ഷെ ഉറങ്ങാനൊന്നും പറ്റില്ല, കാരണം അങ്ങനത്തെ ഒരു പാട്ട് കച്ചേരി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ ഇളം തന്നെ ഈളം പാടിമാ. ഈ ഒരു അന്താക്ഷരി റൗണ്ട് കഴിയുന്നതോടെ ഇത് കഴിഞ്ഞില്ല, ആക്ച്വലി നമ്മൾ അവസാനം വൈൻഡ് അപ്പ് ചെയ്തു. കാരണം ഒരു 3 മണി സമയമായിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങേണ്ട സമയമൊക്കെ ആയല്ലോ. പിന്നെ അമ്മൂമ്മയും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അമ്മൂമ്മയ്ക്ക് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഇവരുടെ വീട്ടിൽ എല്ലാവരും കൂടിയിട്ട്. അതും അമ്മൂമ്മയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. അമ്മൂമ്മയ്ക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി. നമ്മുടെ നാട്ടിലിത് കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ എന്തായാലും ഈ ഒരു സംഭവം ഉണ്ട്. നമ്മളെല്ലാം ഒരുവിധം വീക്കെൻഡ്സ് എന്ന് പറയാനില്ല, നമുക്ക് എല്ലാവർക്കും ടൈം കിട്ടുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ച് കൂടുമ്പം ഇതുപോലെയാണ് ഉണ്ടാവാറ്. അപ്പോൾ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ ശേഷം നമ്മൾ ലാസ്റ്റ് നമ്മുടെ വൈൻഡപ്പിങ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ നമ്മുടെ സിറ്റി മക്കാനിയിൽ വന്നിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ചായയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ ഈ ഒരു ഫണ്ണി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് കം ഫാമിലി ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് കമൻറ്റ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.